വെൽക്കം ടു സുലൈമാനി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം, വളരെ സോഫ്റ്റായ ബ്രെഡ് റോളാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, 3 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ബ്രെഡ്, ഇഞ്ചി, വെളുത്തുള്ളിയും ഇഞ്ചും ചെറുതായിട്ട് ചതച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കുകയാണ്. ഫ്രൈ പാൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി വാട്ടാൻ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക്, നമുക്ക് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് പാകത്തിന് കുറച്ച് ഉപ്പും ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഏകദേശം നല്ല രീതിയിൽ വാടിയിട്ടുണ്ട് ഉള്ളി. അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല. ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയിലേക്ക് ആവശ്യമുള്ള ചിക്കന് നല്ലോണം ക്രഷ് ചെയ്ത്, അതായത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് ഇട്ടാണ് വേവിച്ചെടുത്തത്. അത് നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാലയിലേക്ക് ചേർക്കാം. നല്ലോണം ക്രഷ് ചെയ്ത ചിക്കൻ നമ്മൾ മസാലയിലേക്ക് ചേർക്കുകയാണ്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. മസാല ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് നല്ല രീതിയിൽ അതിൻ്റെ സൈഡ് മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം ജസ്റ്റ് ഒന്ന് കളയും. അതിലേക്ക് മസാല ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്യാം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോഴിമുട്ട എടുത്ത് നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് റോള് നല്ല രീതിയിൽ മുക്കിയെടുത്ത് ആണ് നമ്മൾ ചൂടായ ചട്ടിയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലായ സുലൈമാനി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.